പ്രിയമുള്ള കുട്ടികളെ, ഇവിടെ ഞാൻ എ കേന്ദ്രമായൊരു വൃത്തം വരച്ചിരിക്കുന്നു. ആ വൃത്തത്തിലെ 3 ബിന്ദുക്കളാണ് സി, ഡി, ബി എന്നിവ. സി, ഡി, ബി എന്നിവ യോജിപ്പിച്ച് ഒരു ത്രികോണവും വരച്ചിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ ശീർഷങ്ങളെ, കേന്ദ്രവുമായി വെർട്ടെക്സുകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചിരിക്കുന്നു. സി എ, ഡി എ, ബി എ എന്നിവ ഉപയോഗിച്ച് കേന്ദ്രവുമായി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ 3 സെൻട്രൽ ആംഗിൾസ് കിട്ടിയിട്ടുണ്ട്. അത് നാളെ നോക്കാം. സി എ ബി 140 ഡിഗ്രി, ബി എ ഡി 100 ഡിഗ്രി, ഡി എ സി 120 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഈ സി എ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സി എ ആൻഡ് എ ബി are radii. Therefore, the triangle CAB is an isosceles triangle. Isosceles triangle ആണെങ്കിൽ ആംഗിൾ എ സി ബിയും ആംഗിൾ എ ബി സിയും ഈക്വൽ ആയിരിക്കണം. നമുക്ക് നടന്നു നോക്കാം. എ സി ബി ആംഗിൾ എ ബി സി എന്നിവ വന്നാൽ രണ്ടും 20 ഡിഗ്രി വീതമാണെന്ന് കിട്ടിയിട്ടുണ്ട്. സിമിലർ ആയി തന്നെ സിമിലർ മെത്തേഡ് ഉപയോഗിച്ച് സി എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കിയാൽ സി എ റേഡിയസ് ആണ്, എ ഡിയും റേഡിയസ് ആണ്. സോ ദ ട്രയാങ്കിൾ സി എ ഡി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അതിൻ്റെയും ആംഗിൾസ് നമ്മൾ നടന്നു നോക്കാം. എ സി ഡി എന്ന ആംഗിളും എ ഡി സി എന്ന ആംഗിളും എ ഡി സി എന്ന ആംഗിളും മെഷർ ചെയ്യുമ്പോൾ രണ്ടും 30 ഡിഗ്രി വീതമാണെന്നും കിട്ടിയിട്ടുണ്ട്. അതേപോലെ എന്തായിരിക്കും എ ഡി ബി എന്ന ട്രയാങ്കിളിൽ വരിക? സെൻട്രൽ ആംഗിൾ 100 ആണ്. അപ്പോൾ ബാലൻസ് 80, 8 ഹാഫ് 40. അപ്പോൾ എ ഡി ബി എന്ന ആംഗിൾ 40 ആയിരിക്കണം, എ ബി ഡി എന്ന ആംഗിളും എന്തായിരിക്കണം? 40 ആയിരിക്കണം. ഓക്കെ, ആംഗിൾസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആംഗിൾ സി ടോട്ടൽ? 30 + 20 50യും ആംഗിൾ ഡി 30 + 40 70യും ആംഗിൾ ബി 40 + 20 60യും ആയിരിക്കും. നമുക്കതൊന്ന് അടയാളപ്പെടുത്താം. ആംഗിൾ ഡി സി ബി 50 ഡിഗ്രി, ആംഗിൾ സി ബി ഡി 60 ഡിഗ്രി ആൻഡ് ആംഗിൾ ബി ഡി സി 70 ഡിഗ്രി. മറ്റതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ കിട്ടും അല്ലേ? ഓക്കെ, ആംഗിൾ ഡി എ ബി 100 ഡിഗ്രിയാണ്. ആംഗിൾ ഡി എ ബി സെൻട്രൽ ആംഗിൾ ഡി എ ബി 100 ഡിഗ്രി ആയപ്പോൾ ആംഗിൾ സി 50 ഡിഗ്രിയാണ്. നേരത്തെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ വരച്ചിട്ടുള്ള ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആണെന്ന് നേരത്തെ നമ്മൾ തെളിയിച്ചതാണ്. ഇവിടെ ഡി എ ബി എന്ന ആംഗിൾ 100 ഡിഗ്രി ആയപ്പോൾ ആംഗിൾ സി 50 ഡിഗ്രി ആയി. അതേപോലെ തന്നെ ആംഗിൾ സി എ ബി 140 ആയപ്പോൾ ആംഗിൾ ഡി 70 ഡിഗ്രിയാണ്. ആംഗിൾ സി എ ഡി 120 ആയപ്പോൾ ആംഗിൾ ബി 60 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ വരച്ചിട്ടുള്ള ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആണ്. ഓക്കെ, ഇവിടെ ട്രയാങ്കിൾ ട്രയാങ്കിൾ സി ഡി ബിയുടെ വെർട്ടെക്സിലൂടെയാണ് ഈ വൃത്തം കടന്നു പോകുന്നത്. ഇങ്ങനെ വൃത്തം നമ്മൾ നേരത്തെ 9ാം ക്ലാസ്സിൽ എങ്ങനെയാണ് വരക്കുക എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മുടെ വശങ്ങളുടെ സമഭാജികളെല്ലാം കൂട്ടി മുട്ടിക്കുന്ന 2-3 സമഭാജികൾ ഒരു ബിന്ദുവിൽ ഖണ്ഡിക്കുന്നു. ആ ബിന്ദു കേന്ദ്രമാക്കി ഒരു വൃത്തം വരയാമെന്നൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിലെ 2ാമത്തെ ലെസണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ വൃത്തങ്ങൾ എന്ന് പറയുന്ന ലെസണിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് നോക്കാം. ഇവിടെ നമുക്ക് ആംഗിളിന്റെ സൈഡിന്റെ ബൈസെക്ടേഴ്സ് ഒന്നും അല്ല നമ്മൾ വരച്ചിട്ടുള്ളത് അല്ലെ? ഇപ്പൊ ഇവിടെ ഈ സെൻട്രൽ ആംഗിൾ, ഇപ്പൊ ഈ ഒരു ആംഗിൾസ് മാത്രം, ഈ ട്രയാംഗിളിന്റെ ആംഗിൾസ് മാത്രം നോക്കുക. സി എന്ന ആംഗിളും ഡി എന്ന ആംഗിളും ബി എന്ന ആംഗിളും തന്നിട്ടുണ്ട് അല്ലെ? അത് ഇവിടെ 100 ഡിഗ്രി ആകുമ്പോൾ ഇത് 50 ആണ്, 120 ആയപ്പോൾ ഇത് 60 ആണ്, ഇവിടെ 140 ആയപ്പോൾ ഈ ആംഗിൾ 70 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സർക്കിൾ വരയ്ക്കണമെങ്കിൽ, ഒരു ട്രയാംഗിളിന്റെ സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക്
ഒരു പണി ചെയ്യാം. എന്താണ്, ഇതിന്റെ റേഡിയസും ട്രയാങ്കിളിന്റെ ആംഗിൾസും കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർക്കം സർക്കിൾ വരയ്ക്കാൻ പറ്റും അല്ലെ. ഇവിടെ റേഡിയസ് നമുക്ക് കിട്ടി തന്നു, ഈ ട്രയാങ്കിൾ രണ്ട് ആംഗിൾസും തന്നു വിചാരിക്കുക. 50 ഡിഗ്രിയും 70 ഡിഗ്രിയും ഉള്ള ആംഗിൾസും തന്നു കഴിഞ്ഞാൽ ഈ 50 ഡിഗ്രിയുടെ ഡബിൾ ആയ 100 ഡിഗ്രി സെൻട്രൽ ആംഗിൾ കൊടുക്കുക, 70 ഡിഗ്രിയുടെ ഡബിൾ ആയ 140 ഡിഗ്രി എടുക്കുക, 60യുടെ ഡബിൾ ആയ 120 ഡിഗ്രിയുമായ സെൻട്രൽ ആംഗിൾസ് വരച്ച് അതിനെ ജോയിൻ ചെയ്താൽ നമുക്ക് ട്രയാങ്കിൾ കിട്ടും അല്ലെ. അപ്പോ ഒരു സർക്കം സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു തിയറം ഉപയോഗിച്ച് നമുക്കൊരു സർക്കം സർക്കിൾ വരയ്ക്കാം. ആ സർക്കം സർക്കിൾ വരയ്ക്കണമെങ്കിൽ സർക്കിളിന്റെ റേഡിയസും ആ സർക്കിൾ വരയേണ്ട ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് ആംഗിളും കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ റേഡിയസ് 3 സെന്റിമീറ്ററും ട്രയാങ്കിളിന്റെ ആംഗിൾസ് 50 ഡിഗ്രി 60 ഡിഗ്രിയുമാണെങ്കിൽ ആ ട്രയാങ്കിള് വരയ്ക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക, നമുക്കൊരു 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള വൃത്തം വരയ്ക്കാം. 50യും 60യും ആണ് ആംഗിൾസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 50 ഡബിൾ 100 ആയിട്ടൊരു സെൻട്രൽ ആംഗിൾ വരയ്ക്കുക, 60 ഡബിൾ 120 ആയിട്ടൊരു സെൻട്രൽ ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ മൂന്നാമത് ഓട്ടോമാറ്റിക്കലി 140 ആവും. അപ്പോൾ ഈ 3 ബിന്ദുക്കളെ നമ്മൾ യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ആ ട്രയാങ്കിളും കിട്ടും, ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളും കിട്ടും. അപ്പോൾ ഒരു സർക്കം സർക്കിൾ, ഒരു ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വിവരം കിട്ടിയാൽ മതി, ഒരു വൃത്തത്തിന്റെ സർക്കം സർക്കിളിന്റെ റേഡിയസും ആ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് ആംഗിൾസിന്റെ മെഷർമെന്റ് കിട്ടിയാലും നമുക്ക് ഏത് പറയാം, ഒരു ട്രയാങ്കിളിന് സർക്കം സർക്കിൾ വരയാം. നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 4 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾസ് 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 4 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾസ് 60 ആൻഡ് 70 ഡിഗ്രി. സർക്കം റേഡിയസ് 4 സെന്റിമീറ്റർ ആയിരിക്കണം, ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് 60 ഡിഗ്രിയും 70 ഡിഗ്രിയും ആയിരിക്കണം. സോ എങ്ങനെ നമുക്ക് വരയ്ക്കാം? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഡ്രോയിങ് എ സർക്കിൾ വിത്ത് റേഡിയസ് 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആദ്യം വരച്ചേക്ക്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് 60 ഡിഗ്രിയും 70 ഡിഗ്രിയാണ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് വരേണ്ടത്. അപ്പോൾ ട്രയാങ്കിളിന്റെ ആംഗിൾ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കണം സെൻട്രൽ ആംഗിൾ അല്ലെ. അപ്പോൾ 60 ഡബിൾ ആയ 120യും 70 ഡബിൾ ആയ 140യും ആയിട്ടുള്ള രണ്ട് സെൻട്രൽ ആംഗിൾസ് ഈ സർക്കിൾ വരച്ചേക്കുക. ഞാൻ അതിനായിട്ട് ആദ്യം ഈ സർക്കിളിൽ ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് അടയാളപ്പെടുത്തുകയാണ്. ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഈ സർക്കിൾ അടയാളപ്പെടുത്തി. നൗ ജോയിൻ എ ആൻഡ് ബി, അഥവാ റേഡിയസ് ആയ എയും ബിയും വരച്ചു. ഇനി ഈ എ എന്ന സെന്ററിൽ നമുക്ക് സെന്റർ എയിൽ ഒരു 60 ഡിഗ്രിയാണ് നമുക്ക് ആംഗിൾ വരേണ്ടത് ട്രയാങ്കിളിന്റെ. അപ്പോൾ 120 ഡിഗ്രി ആയിട്ടുള്ള ഒരു സെൻട്രൽ ആംഗിൾ വരയ്ക്കുകയാണ്. അപ്പോൾ പ്രൊട്രാക്ടർ എ വെച്ച് നമ്മളൊരു 120 ഡിഗ്രിയുടെ ആംഗിൾ വരയ്ക്കുകയാണ്. ഡ്രോ ആൻഡ് സെൻട്രൽ ആംഗിൾ ബി എ സി 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നാം 120 ഡിഗ്രിയിലൊരു ആംഗിൾ വരച്ചിട്ടുണ്ട്, സെൻട്രൽ ആംഗിൾ 120 ആക്കി വരച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആംഗിൾ പറഞ്ഞാൽ 70 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് 140 വരയ്ക്കണം. വീണ്ടും ഞാൻ ബി സിയിൽ പ്രൊട്രാക്ടർ വെക്കുന്നു, എന്നിട്ട് 140 വരയ്ക്കുന്നു. അപ്പോൾ ഇനി എന്താ നമുക്ക് പറയാൻ പറ്റും, ഇത് 100 ഡിഗ്രി ആയിരിക്കും. ഇത് ഡി എ ബി 100 ഡിഗ്രിയാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 3 വെർട്ടെക്സുകളും തമ്മിൽ ജോയിൻ ചെയ്താൽ ഏതൊക്കെ സി ബി, ബി ഡി, ഡി സി എന്നിവ ജോയിൻ ചെയ്താൽ നമുക്ക് ട്രയാങ്കിൾ കിട്ടും അല്ലേ. ഇനി ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആംഗിൾസ് എങ്ങനെയായിരിക്കും, ഇവിടെ ഇത് ഡി എ സി 140 ആയതുകൊണ്ട് ആംഗിൾ ബി 70 ആയിരിക്കും, സി എ ബി 120 ആയതുകൊണ്ട് ആംഗിൾ ഡി 60 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ ഏതാണ് നമുക്ക് ആവശ്യമായ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ സി ഡി ബി ആണ്. അതിൻ്റെ ആംഗിൾസ് 60യുമാണ്, ഇവിടെ 120 ആണ്, അതുകൊണ്ട് 60.
ഇത് 140 ആണ്, 170. അപ്പോൾ നമുക്ക് ആവശ്യമായ ട്രയാങ്കിൾ CDB ആണ്. ഓക്കെ, താങ്ക് യു.